ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി മീൻ വറുത്തതാണ്. നമ്മുടെ കൊഴുവ വറുത്തത്. കൊഴുവ നമ്മൾ ഇതിനു മുന്നേ വേറെ രീതിയിൽ വറുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിലെല്ലാവരും വറുക്കുന്ന പോലെ ഈസി ആയിട്ട് വറുക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൊഴുവ എളുപ്പത്തിൽ വറുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കൊഴുവ വറുത്തതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ കൊഴുവ എടുത്തിട്ടുണ്ട്. ചെറിയ കൊഴുവയായാലും വലിയ കൊഴുവയായാലും ഈ രീതിയിൽ തന്നെ വറുക്കാം കേട്ടോ. ഇതിലേക്കായിട്ട് ഒരു പീസ് ചെറുനാരങ്ങയുടെ നീര് വേണം, ഒരു പീസ് മതി നമുക്ക്. അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. കുരു വീഴാതെ പിഴിഞ്ഞൊഴിക്കണം. ഏകദേശം 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരിട്ടോ. ഈ ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ നമ്മുടെ മീനിൻ്റെ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ നമുക്കിനി പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്താണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇത് എടുത്ത് മാറ്റാൻ എളുപ്പത്തിനാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മീൻ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. ചെറിയ മീനായതുകൊണ്ട് തന്നെ മീൻ വരഞ്ഞൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മീനിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നോളും. നമ്മുടെ ആ ലൈം ജ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ പിടിച്ചോളൂ കേട്ടോ. ഇതൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴേ കറക്റ്റായിട്ട് പിടിച്ചു വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. വലിയ മീനാണെങ്കിൽ വരഞ്ഞു കൊടുക്കണം, ചെറിയ മീനാകുമ്പോൾ വരഞ്ഞു കൊടുക്കേണ്ട. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മുടെ മീനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സായി പിടിച്ചു വന്നോളും. കണ്ടോ, നമ്മൾ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീനിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഒന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വലിയ മീനല്ലാത്തതുകൊണ്ട് ഇതുപോലെ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയ മീനായതുകൊണ്ട്, വലിയ മീനാണെങ്കിൽ നമ്മളിങ്ങനെ ഉൾഭാഗത്ത് തേച്ച് പിടിപ്പിക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ലെമൺ ജ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ആഡ് ചെയ്യാം കേട്ടോ. ഒരു ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം ആ പുളിക്ക് വേണ്ടിയിട്ട്. ലെമൺ ജ്യൂസാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ പ്രോൺസിൽ മാത്രം ലെമൺ ജ്യൂസ് ചേർക്കില്ല കേട്ടോ. പ്രോൺസും ലെമൺ ജ്യൂസും തമ്മിൽ അത്ര നല്ല കോമ്പിനേഷൻ അല്ല. പലപ്പോഴും പ്രോൺസിൻ്റെ കൂടെ ലെമൺ ജ്യൂസ് കഴിച്ചിട്ട് പലർക്കും പോയിസണായി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പ്രോൺസിൻ്റെ കൂടെ എപ്പോഴും വിനീഗറാണ് ആഡ് ചെയ്യുന്നത്. ഈ മീനിലേക്കൊക്കെ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ ഒന്ന് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ മീൻ വറുക്കാം കേട്ടോ. നമ്മൾ എന്ത് മീൻ വറുക്കുകയാണെങ്കിലും വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മുടെ മീനിനൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. നമ്മൾ മീനിൽ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കറിവേപ്പില വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് മുഴുവൻ നമ്മുടെ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇറങ്ങി വരും കേട്ടോ. ഈ സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിനി അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഈ കറിവേപ്പില ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതെല്ലാം മീനിൻ്റെ കൂടെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ ഈ സൈഡ് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മളൊരു കൊഴുവ ഫ്രൈ ചെയ്തിട്ടുണ്ട്. കോൺഫ്ലവർ, മുട്ട എല്ലാം ചേർത്തിട്ട് ആ കൊഴുവ ഫ്രൈ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കോട്ടിങ് ഉണ്ടാവും. ഇതിപ്പോൾ അധികം കോട്ടിങ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെയാണ് പൊരിക്കുന്നത്. അപ്പോൾ ആ ഫിഷ് ഫ്രൈ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ഫിഷ് ഫ്രൈയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കോട്ടിങ് ഉള്ള മീൻ വറുത്തെടുക്കാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ വീട്ടിൽ മീൻ വറുക്കുമ്പോൾ ചെയ്യുന്ന പോലെയുള്ള രീതിയാണ്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മീനിൻ്റെ ഈ സൈഡും കൂടി കുക്കായി വരട്ടെ. അതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോൺഫ്ലവറും മുട്ടയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാകുമ്പോൾ സോഫ്റ്റാണ്, നമുക്ക് പൊളിച്ചെടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫ്രൈ ആവുന്നത്. പക്ഷേ കൊഴുവയാകുമ്പോൾ പൊളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്കാണെങ്കിൽ മാത്രമേ പൊളിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വലിയ ആളുകൾക്ക് കൊഴുവയുടെ മുള്ളോട് കൂടി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.
ഈ മീനൊക്കെ അധികം ബലമില്ലാത്ത മുള്ളല്ലേ ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മീനും കൂടി പൊരിച്ചെടുക്കാം. കൊഴുവയാകുമ്പോൾ കാൽസ്യമൊക്കെ കൂടുതലുള്ള മീനാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനാണിത്. എന്ന് വെച്ചാൽ ചില മീനുകൾ നമ്മൾ അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയും. നമ്മളിപ്പോൾ ചെറിയ മീനുകളാണ് കൂടുതൽ കഴിക്കേണ്ടത്. വലിയ മീനുകൾ അധികം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. വലിയ മീനുകളൊക്കെ അധികം പൊരിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ മീനുകൾ കറിയാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇതും ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മളിതാ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ കൂടെ ഇട്ടിരുന്ന പച്ചമുളകും വേപ്പിലയും എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മീൻ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചോളൂ. പിന്നെ വേറെ രീതിയിലൊക്കെ മീൻ ഫ്രൈ ചെയ്യാറുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണെന്നും കൂടി നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.